ACN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മംഗലാപുരത്ത് RSSനെതിരെ ആഞ്ഞടിച്ച് പിണറായി വിജയൻ. രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന വിഭാഗമാണ് RSS എന്നും ജനങ്ങളെ വർഗീയമായി വിഭജിക്കുകയാണ് സംഘടനയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി. വിശാലമായ ക്യാൻവാസിൽ ഒപ്പും പേരും പതിപ്പിച്ച് ഗവൺമെന്റ് LP സ്കൂൾ തളങ്കരയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. വിദ്യാലയ വികസന സെമിനാറിന് വ്യത്യസ്തമാർന്ന തുടക്കം. വജ്ര ജൂബിലിയുടെ നിറവിൽ ഗവൺമെന്റ് കോളേജ് കാസർഗോഡ്. വിജ്ഞാന മേഖലയിൽ പൊൻപ്രഭ പരത്തിയ കോളേജിന്റെ വാർഷികത്തിന് ഫെബ്രുവരി 27-ന് തുടക്കമാകും. പ്രിയ സഖാവിന് അനുസ്മരണവുമായി DYFI കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റി. പുതിയ ബസ് സ്റ്റാൻഡിൽ അഫ്സൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മംഗലാപുരത്ത് RSSനെതിരെ ആഞ്ഞടിച്ച് പിണറായി വിജയൻ. രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന വിഭാഗമാണ് RSS എന്നും ജനങ്ങളെ എക്കാലത്തും വർഗീയമായി വിഭജിക്കുകയാണ് സംഘടനയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മംഗലാപുരം നെഹ്റു മൈതാനിയിൽ സംഘടിപ്പിച്ച മതസൗഹാർദ്ദ റാലി ഉദ്ഘാടനം ചെയ്ത് നടത്തിയ പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ RSSനെ രൂക്ഷമായി വിമർശിച്ചത്. नहीं चलेगी नहीं चलेगी इंसाफ जिंदाबाद जिंदाबाद RSS പാർട്ടികളെ ബിജെപിയുടെ തെണ്ടികളെ. സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച പാരമ്പര്യമാണ് RSSന്റേതെന്ന് ആക്ഷേപിച്ച മുഖ്യമന്ത്രി ഗോഡ്സെ RSSന്റെ കയ്യിലെ ആയുധമായിരുന്നുവെന്ന് വിമർശിച്ചു. ഹിറ്റ്ലറുടെ നയവും മുസോളിനിയുടെ സംഘടനാ രൂപവുമാണ് RSSന്റേതെന്നും രാജ്യത്ത് നിരവധി പേർ കൊല്ലപ്പെട്ട കലാപങ്ങൾക്കും നേതൃത്വം നൽകിയത് RSS ആണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. RSSകാരോട് എനിക്ക് പറയാനുള്ളത്, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള എന്റെ യാത്രയിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കാൻ ബാധ്യപ്പെട്ട പോലീസുകാരുണ്ട്. അവരുടെ കയ്യിലുള്ള വിവിധ ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങളുടെ നടുവിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മുടെ ഒരു ഭരണ സമ്പ്രദായത്തിന്റെ രീതിയാണ്. പക്ഷേ എനിക്ക് RSSകാരോടും എന്നെ വെല്ലുവിളിച്ചവരോടും പറയാനുള്ളത്, പിണറായി വിജയൻ എന്ന ഞാൻ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് മുഖ്യമന്ത്രി കസേരയിൽ ആകാശത്തുനിന്ന് പൊട്ടി വീണ് ഇരുന്നയാളല്ല. നിങ്ങളെ നേരിട്ട് അറിയാത്തയാളുമല്ല. ആരെ? RSSനെ. അതും നിങ്ങളെ കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും തന്നെയാണ് എന്റെ ഇതേവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടന്നിട്ടുള്ളത്. ഇന്ത്യയുടെ പൊതുധാരയ്ക്ക് ചേർന്നതല്ല RSSന്റെ നയമെന്നും അദ്ദേഹം ആക്ഷേപിച്ചു. മാധ്യമങ്ങളുടെ പക്ഷപാതിത്വം നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാവണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുത്തക മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച പെരും നുണയാണ് ഇറാഖിനെ തകർത്തതെന്നും പിണറായി വിജയൻ മംഗലാപുരത്ത് പറഞ്ഞു. നിഷ്പക്ഷമായിരിക്കുമ്പോഴും എല്ലാ പത്രങ്ങൾക്കും ഒരു പക്ഷമുണ്ടെന്നും മാധ്യമങ്ങളുടെ പക്ഷപാതിത്വം നാടിന്റെ നന്മയ്ക്കും പാവപ്പെട്ടവരുടെ താൽപര്യ സംരക്ഷണത്തിനും വേണ്ടിയായിരിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്താഭാരതിയുടെ കെട്ടിട സമുച്ചയ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാർ ഭീഷണി മുൻനിർത്തി കനത്ത സുരക്ഷയൊരുക്കിയ കർണാടക സർക്കാരിന് കൃതജ്ഞത അറിയിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്റെ വരവിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകിയ കർണാടക ഗവൺമെന്റിന് ഇപ്പോൾ കൃതജ്ഞത മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാത്തരം തിന്മകൾക്കുമെതിരെ നിലപാടെടുക്കുകയും മതനിരപേക്ഷതയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളെന്നും വർഗീയ ശക്തിയുമായി സമരസപ്പെട്ടുകൊണ്ട് വർഗീയതയ്ക്കെതിരെ പൊരുതാനായിരിക്കണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. രാജ്യത്ത് 95% മാധ്യമങ്ങളും സാമ്രാജ്യത്വ താൽപര്യമാണ് സംരക്ഷിക്കുന്നതെന്നും കുത്തക മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച പെരും നുണയാണ് ഇറാഖിനെ തകർത്തതെന്നും അദ്ദേഹം പറഞ്ഞു. റവന്യൂ മന്ത്രിയായി E. ചന്ദ്രശേഖരനുള്ള കാസർഗോഡ് ജില്ലയിൽ തന്നെ റോഡുകളുടെ ഇത്തരം ശോചനീയാവസ്ഥ ഉണ്ടായിട്ടും നടപടി സ്വീകരിക്കാത്തത് അപലപനീയമെന്ന് DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ. കാസർഗോഡ് PWD ഓഫീസിൽ നടന്ന ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ബന്തെടുക്ക ചൂരിത്തോട് കോളിച്ചാൽ റോഡിനോട് സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുറ്റിക്കോൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഹക്കീം കുന്നിൽ. റവന്യൂ മന്ത്രിയായി ഇ ചന്ദ്രശേഖരൻ ഉണ്ടായിട്ടുകൂടി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തത് അപലപനീയമാണെന്നും DCC പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 25 വർഷക്കാലമായി 16 കിലോമീറ്റർ റോഡിൻ്റെ അകത്ത് ആ പ്രദേശത്തെ സാധാരണക്കാരന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഭരണ നേതൃത്വത്തിനെതിരായിട്ടാണ് ഇതിൻ്റെ സംഘടിപ്പിച്ചത്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ കാലങ്ങൾക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഭരിക്കുന്ന ബഹുമാന്യനായ കാഞ്ഞങ്ങാട്ടെ MLA കൂടിയായ റവന്യൂ വകുപ്പ് മന്ത്രി ഒരു നിമിഷം കൊണ്ട് പരിഹാരമുണ്ടാക്കാൻ പറ്റുന്ന ഒരു സമരത്തിനാണ് നമ്മളിന്നിവിടെ മുന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഒരുപക്ഷെ അദ്ദേഹത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിപുലമായ അധികാര പരിധിയുടെ ഏതെങ്കിലും 1% ഉപയോഗിച്ചാൽ തീർക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ 2.5 പതിറ്റാണ്ട് കാലമായി ആ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രയാസങ്ങളാണ് നമ്മൾ അനുഭവിച്ചത്. പരിപാടിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുറ്റിക്കോൾ മണ്ഡലം കമ്മിറ്റി നേതാക്കൾ പങ്കെടുത്തു. വിശാലമായ ക്യാൻവാസിൽ ഒപ്പും പേരും പഠിച്ച വർഷവും പതിപ്പിച്ച് ഗവൺമെന്റ് LP സ്കൂൾ തളങ്കരയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. വിദ്യാലയ വികസന സെമിനാറിന് വ്യത്യസ്തമാർന്ന തുടക്കം കുറിച്ച് ഗവൺമെന്റ് LP സ്കൂൾ തളങ്കര മാതൃകയാകുന്നു. ഗവൺമെന്റ് LP സ്കൂൾ തളങ്കര പടിഞ്ഞാറ് നടന്ന വിദ്യാലയ വികസന സെമിനാർ നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെയുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ പരിപാടിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ സന്തോഷം നൽകുന്ന ഒരു ചടങ്ങാണ് ഇത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സെമിനാറിനോടനുബന്ധിച്ച് ഫെബ്രുവരി 23 വിളംബര ജാഥ സംഘടിപ്പിച്ചിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒപ്പും പേരും ക്യാൻവാസിൽ പകർത്തിയായിരുന്നു പരിപാടിയുടെ തുടക്കം. ചടങ്ങിൽ മുൻ നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഇപ്പോഴും കർമ്മരംഗത്ത് അനശ്വരമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിന്റെ തളങ്കര പടിഞ്ഞാറിന്റെ വിനയപൂർവ്വമുള്ളതായ ആദരം അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, ബഹുമാനപ്പെട്ട MLA തുടങ്ങിയതായ മഹാവ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ഗുരുനാഥയെ ഞങ്ങളിതാ. വജ്ര ജൂബിലിയുടെ നിറവിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്. വിദ്യാഭ്യാസ മേഖലയിൽ വിജ്ഞാനത്തിന്റെ പൊൻപ്രഭ പരത്തിയ കോളേജിന്റെ 60ാം വാർഷികം ഫെബ്രുവരി 27 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബിരുദാനന്തര കോഴ്സുകളും റിസർച്ച് സെന്ററുകളും ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളുമുള്ള കാസർഗോഡ് ഗവൺമെന്റ് കോളേജിന്റെ 60ാം വാർഷികം ഫെബ്രുവരി 27 നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സേവനത്തിനു വേണ്ടി ജീവിക്കുക എന്ന മുദ്രാവാക്യവുമായാണ് കോളേജ് ആരംഭിച്ചത്. പ്രഗത്ഭരായ അധ്യാപകരും കോളേജിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരുന്നു. വാർഷികത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന ജാഥ കോളേജിൽ നിന്ന് ആരംഭിച്ച് പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. വിവിധ പരിപാടികളും സംഘടിപ്പിക്കും. 60 വർഷം പൂർത്തിയായ ഗവൺമെൻറ് കോളേജിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തു വരികയാണ്. അതിൻ്റെ ഭാഗമായി ഏറ്റവും ആദ്യത്തെ പരിപാടി എന്ന നിലയ്ക്ക് 27/2/2017 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കോളേജിൽ നിന്നും ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്ര പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരുകയും അവിടെ സമാപിക്കുകയും ചെയ്യുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ ഗവൺമെന്റ് കോളേജ് കാസർഗോഡിന്റെ 60ാം വാർഷികാഘോഷ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തു. വാഹനാപകടത്തിൽ മരിച്ച ISFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും DYFI കാസർഗോഡ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിരുന്ന അഹമ്മദ് അഫ്സലിന് അനുസ്മരണവുമായി DYFI ബ്ലോക്ക് കമ്മിറ്റി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു അനുസ്മരണ സമ്മേളനം. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. കക്ഷി രാഷ്ട്രീയത്തിനെല്ലാം അപ്പുറത്ത് അഫ്സലിനോട് ആളുകൾക്കൊരു പ്രത്യേകമായ താല്പര്യമുണ്ട്. ആ സംഭവം അറിഞ്ഞ സമയം തൊട്ട് അഫ്സലിൻ്റെ ചേതനയേറ്റ ഭൗതിക ശരീരം മറവ് ചെയ്യുന്നത് വരെയുള്ള സമയത്തുടനീളം ആ വിയോഗത്തിൻ്റെ വേദനയിൽ പങ്കുചേർന്നു. അഫ്സലിനെ നഷ്ടപ്പെട്ട കുടുംബത്തിൻ്റെ തോരാത്ത സങ്കടത്തിലും പ്രയാസങ്ങളിലും പങ്കാളികളായിരുന്നു. അഫ്സൽ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനോടുള്ള ഒരു വല്ലാത്ത സ്നേഹവും താല്പര്യവും എല്ലാവരും പ്രകടിപ്പിക്കുകയായിരുന്നു. DYFI ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ അനിൽ ചിന്നിക്കര അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ശിവജി വെള്ളിക്കോത്ത്, K സബീഷ്, B വൈശാഖ്, KA മുഹമ്മദ് ഹനീഫ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. സുന്നി മഹാസമ്മേളനത്തിന് ഫെബ്രുവരി 28 തുടക്കമാകും. വിവിധ പരിപാടികളോടെ നടക്കുന്ന സമ്മേളനത്തിന് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് വേദിയാകും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്.
ഗൗസിയ സുന്നി ജമയത്തുൽ ഉലമ ചെയർമാൻ ഖുത്ബുസമാൻ ഷൈഖ് യൂസഫ് സുൽത്താൻ ഷാഹ് ഖാദിരി സുന്നി മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന സമ്മേളനത്തിൽ അൽമദീന എജുലാൻഡ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളും സംഘടിപ്പിക്കും. സൂഫിസത്തിന്റെ പ്രസക്തി എന്ന പേരിൽ സൂഫി സമ്മേളനവും സംഘടിപ്പിക്കും. ഈ വരുന്ന 28-ാം തീയതി മഹാനായ ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി ആലുവ മഹാനവറുകൾ കാസർഗോഡ് നടക്കുന്ന സുന്നി മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ആറ്റക്കോയ തങ്ങൾ, റഫീഖ് ഹാജി കൈതക്കാട്, അബ്ദുൾ റസാഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. പൈക്കം മണവാട്ടി ബീവി മഖാം ഉറൂസിന് തുടക്കമായി. പതാക ഉയർത്തൽ ചടങ്ങ് BA അബ്ദുൾ റസാഖ് നിർവഹിച്ചു. വിവിധ പരിപാടികളോടെ നടക്കുന്ന ഉറൂസിന് മാർച്ച് 5-ന് സമാപനമാകും. ചരിത്രപ്രസിദ്ധമായ പൈക്കം മണവാട്ടി ബീവി മഖാം ഉറൂസിന് തുടക്കമായി. മഖാം സിയാറത്തോടെ ആരംഭിച്ച ഉറൂസിന് നിരവധി പേർ പങ്കെടുത്തു. രാവിലെ നടന്ന പതാക ഉയർത്തൽ ചടങ്ങ് മഖാം കമ്മിറ്റി പ്രസിഡന്റ് BA അബ്ദുൾ റസാഖ് നിർവഹിച്ചു. ചടങ്ങിൽ കോയർച്ചി ഇബ്രാഹിം, ജുനൈദ് പൈക്ക, അബൂബക്കർ ബീട്ടിയെടുക്കം, PA മുഹമ്മദ് കുഞ്ഞി, KH അബ്ദുള്ള, ബഷീർ മീത്തൽ, അബൂബക്കർ കുഞ്ഞിപ്പാറ, ബക്കർ പൈക്ക, ഇബ്രാഹിം പൈക്ക, ബഷീർ CK, അബ്ദുള്ള കോയർച്ചി, റാഷിദ്, അബ്ദുറഹ്മാൻ, അബ്ദുള്ള കുഞ്ഞിപ്പൈക്ക, അഷ്റഫ്, നാസർ തോട്ടത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. വരും ദിവസങ്ങളിൽ പ്രമുഖ മതപണ്ഡിതന്മാരുടെ പ്രഭാഷണവും പ്രത്യേക പ്രാർത്ഥനയും നടക്കും. കിങ് കാനോത്ത് 2018 സമൂഹ വിവാഹവും ക്ലബിന്റെ 20ാം വാർഷികവും 2018 സംഘടിപ്പിക്കും. ഏരിയപ്പാടി കിങ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഏരിയപ്പാടിയിലെ ജീവകാരുണ്യ സാംസ്കാരിക രംഗത്ത് നിസ്തുലമാർന്ന സേവനം കാഴ്ചവെച്ച ഏരിയപ്പാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കിങ് കാനോത്ത് 2018 സമൂഹ വിവാഹം 2018 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ലബിന് സ്വന്തമായി കെട്ടിടം നിർമ്മിച്ച് മാർച്ച് 4-ന് ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം കിങ് സ്റ്റാർ വോളിബോൾ ടൂർണമെന്റും സംഘടിപ്പിക്കും. കിങ് കാനോത്ത് എന്ന പേരിലാണ് അത് നടത്തപ്പെടുന്നത്. അതായത് രാജകീയ വിവാഹം എന്ന പേരിലാണ് നടത്തുന്നത്. വിവാഹ പ്രായമെത്തിയിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങ് എന്ന നിലക്കാണ് ഈ പരിപാടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വരുന്ന 4-ാം തീയതി കിങ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആസ്ഥാന മന്ദിരം നാടിനു വേണ്ടി സമർപ്പിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം 4-ാം തീയതി നടക്കും. അതോടൊപ്പം അന്ന് വൈകിട്ട് കിങ് സ്റ്റാർ ഫ്ലാറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ച് ജില്ലാതല വോളിബോൾ ടൂർണമെൻറ്റും ഉണ്ടായിരിക്കുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ EA മുസ്തഫ, A ബഷീർ, YA മുഹമ്മദ് കുഞ്ഞി, YA ഹനീഫ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. സ്പീഡ്വേ ഇൻ ഹാളിലായിരുന്നു കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കേരളത്തിലെ അഡ്വക്കേറ്റ് ക്ലർക്കുമാരുടെ ഐക്യത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ. ഇതിന്റെ ഭാഗമായി സ്പീഡ്വേ ഇൻ ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ K പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. KP ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ K ഗംഗാധരൻ, PV പ്രഭാകരൻ, C രവി, VM ജയദേവൻ, ജയരാമ ഷെട്ടി, A ഗണേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. എരുമാട് മഖാം ഉറൂസിന് മാർച്ച് 3-ന് തുടക്കമാകും. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ എരുമാട് മഖാം ഉറൂസിന്റെ ഉദ്ഘാടനം സയ്യിദ് ഹമീദ് കോയമത്തങ്ങൾ മട്ടൂൾ നിർവഹിക്കും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസിനോടനുബന്ധിച്ച് സമൂഹ വിവാഹം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളില്ലാതെ എല്ലാവരിലും ശാന്തിയും സമാധാനവും നിലനിർത്തി എല്ലാ ജനങ്ങൾക്കും പ്രശ്നപരിഹാരം നൽകുന്ന തീർത്ഥാടന കേന്ദ്രമാണ് എരുമാട്. എരുമാടിന്റെ വാർഷിക ഉറൂസ് മാർച്ച് 3 മുതൽ 10 വരെ നടക്കും. പരിപാടിയുടെ ഉദ്ഘാടനം സയ്യിദ് ഹമീദ് കോയത്തങ്ങൾ മാട്ടൂൾ നിർവഹിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. എരുമാട് മഖാം ഉറൂസ് ഈ വർഷവും മാർച്ച് 3 മുതൽ 10 വരെ അതിവിപുലമായി വിവിധങ്ങളായ പരിപാടികളോടുകൂടെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. മാർച്ച് 3 വെള്ളിയാഴ്ച
ജുമാ നിസ്കാരാനന്തരം നടക്കുന്ന പ്രസിഡന്റ് PM ഉസ്മാൻ ഹാജിയുടെ പതാക ഉയർത്തലോടുകൂടെ ഉറൂസ് പരിപാടികൾക്ക് ഔദ്യോഗികമായ സമാരംഭം കുറിക്കുകയാണ്. വിവിധ പ്രാർത്ഥനകളും മതപണ്ഡിതന്മാരുടെ പ്രഭാഷണവും ഉറൂസിനോടനുബന്ധിച്ച് നടക്കും. മാർച്ച് 10 നടക്കുന്ന സമാപന സമ്മേളനം ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഷാദുലി CM, യൂസുഫ് മദനി, ആബിദ് സഅദി തുടങ്ങിയവർ സംബന്ധിച്ചു. കുറ്റിക്കോൾ ഗ്രാമത്തിൽ ഇനി ഡിജിറ്റൽ മണി സംവിധാനം. കുറ്റിക്കോൾ പഞ്ചായത്ത് ഡിജിറ്റൽ മണി വിനിമയത്തിൽ വിപ്ലവഗാഥ സൃഷ്ടിക്കുകയാണ്. കുറ്റിക്കോൾ AUP സ്കൂൾ അധ്യാപകനായ KR സാനുവാണ് ഡിജിറ്റൽ മണി സംവിധാനത്തിന് ചുക്കാൻ പിടിക്കുന്നത്. കുറ്റിക്കോൾ ടൗണിലെ 70ഓളം കടകളിലും ഡിജിറ്റൽ പണം സ്വീകരിക്കാനുള്ള സംവിധാനമായി കഴിഞ്ഞിരിക്കുകയാണ്. കൂടാതെ ജീപ്പ്, ഓട്ടോറിക്ഷ എന്നിങ്ങനെയുള്ള നിരവധി ടാക്സി വാഹനങ്ങളിലും ഡിജിറ്റൽ പണം സ്വീകരിച്ചു തുടങ്ങി. പച്ചക്കറിക്കട, ഹോട്ടൽ, ബേക്കറി, തുണിക്കട, പലചരക്കുകട, ഇലക്ട്രിക്കൽ ഷോപ്പുകൾ, മൊബൈൽ ഷോപ്പുകൾ, കൂൾബാറുകൾ, ബ്യൂട്ടി പാർലറുകൾ, പൂജാ സ്റ്റോർ, സ്റ്റുഡിയോ, മലഞ്ചരക്ക് വ്യാപാരം, മെഡിക്കൽ സ്റ്റോർ, കേബിൾ TV, ഫാൻസി കടകൾ എന്നിങ്ങനെ നിരവധി സ്ഥാപനങ്ങളാണ് ദിവസങ്ങൾക്കുള്ളിൽ ഡിജിറ്റൽ മണി സ്വീകരിക്കാൻ തയ്യാറായത്. Paytm, SBT ബഡി എന്നിങ്ങനെയുള്ള മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് പണവിനിമയം നടത്താനുള്ള സൗകര്യമാണ് കടകളിൽ ഒരുക്കിയിരിക്കുന്നത്. കടകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന കോഡ് ഉപഭോക്താവിന്റെ സ്മാർട്ട് ഫോൺ കൊണ്ട് സ്കാൻ ചെയ്തോ സ്ഥാപനത്തിന്റെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയോ നിമിഷനേരം കൊണ്ട് ഉപഭോക്താവിന് ഡിജിറ്റൽ പണം നൽകാൻ കഴിയുന്നു. സ്ഥാപനങ്ങളെ കൂടാതെ 50ലേറെ സാധാരണ ജനങ്ങൾക്കും ഒരാഴ്ച കൊണ്ട് ഡിജിറ്റൽ പണവിനിമയത്തിൽ പരിശീലനം നൽകി കഴിഞ്ഞു. സൗകര്യം ഏർപ്പെടുത്തിയ മിക്ക കടകളിലും ഡിജിറ്റൽ പണവിനിമയത്തിന് തയ്യാറായി ഉപഭോക്താക്കൾ വരുന്നുണ്ട്. കുറ്റിക്കോൾ ടൗണിലെ സ്മാർട്ട് ഫോൺ സൗകര്യമുള്ള മുഴുവൻ കടകളിലും ഓട്ടോ, ജീപ്പ് എന്നിങ്ങനെയുള്ള ടാക്സികളിലും ഡിജിറ്റൽ പണവിനിമയം സംവിധാനം ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. ജനുവരി മുതൽ പൊതുജനങ്ങളെ ഡിജിറ്റൽ മണി വിനിമയത്തിന് സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കൂടാതെ കുറ്റിക്കോൽ പഞ്ചായത്തിലെ മറ്റു പ്രദേശങ്ങളിലെ സ്ഥാപനങ്ങളിലും ഡിജിറ്റൽ പണം സ്വീകരിക്കാനുള്ള സംവിധാനം ആരംഭിച്ചു. കുറ്റിക്കോൽ, ബേഡർക്ക പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലും വിവിധ കുടുംബശ്രീ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ വഴി നടത്തിയ പരിശീലനത്തിലൂടെയും 500ലേറെ ജനങ്ങൾക്ക് ഡിജിറ്റൽ മണി വിനിമയത്തിൽ പരിശീലനം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തു നിന്നും ഇല്ലാതാക്കിയ അടിമ വ്യവസ്ഥ തിരിച്ചുവരികയാണെന്ന് CITU അഖിലേന്ത്യാ സെക്രട്ടറി ശിങ്കാരവേലു പറഞ്ഞു. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നാം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കുത്തകകൾ വില നിശ്ചയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തോട്ടം തൊഴിലാളി യൂണിയൻ CITU ഉത്തരമേഖലാ പഠന ക്ലാസ് പള്ളിക്കര ബീച്ച് പാർക്കിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് നിന്നും ഇല്ലാതാക്കിയ അടിമ വ്യവസ്ഥ തിരിച്ചുവരികയാണെന്നും അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നാം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കുത്തകകൾ വില നിശ്ചയിക്കുന്നതെന്നും CITU അഖിലേന്ത്യാ സെക്രട്ടറി ശിങ്കാരവേലു പറഞ്ഞു. മോദി സർക്കാർ അതിനുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. பன்னாட்டு கம்பெனிகளுடைய நலன்களை பாதுகாப்பது, அந்த வர்க்கங்களை சார்ந்து அரசு இருப்பதனால், அரசாங்கம் இருப்பதனால் அது அந்த ஆளும் வர்க்கங்களுக்கு சாதகமான பொருளாதார கொள்கைகள் தான் அமலாக்கப்படும். ஆகவே பொருளாதாரத்தை தனியாக படிப்பது, பிரித்து படிப்பதில் ஒரு புண்ணியமும் இல்லை. பொருளாதாரம் அரசியல் சேர்ந்தது. ஆகவே அரசியல் பொருளாதாரம் என்பதுதான் சரியாக இருக்கும். தொடர் 2 ദിവസങ്ങളിലായി ബേക്കൽ ഫോർട്ടിലാണ് തോട്ടം തൊഴിലാളി യൂണിയൻ CITU ഉത്തരമേഖലാ പഠന ക്ലാസ് നടന്നത്. അയ്യപ്പൻ പിള്ള അധ്യക്ഷനായി. വിവിധ വിഷയങ്ങളിൽ അഡ്വക്കേറ്റ് ലാലാജി ബാബു, എളമരം കരീം, ചന്ദ്രൻ പിള്ള, P രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. യു തമ്പാൻ നായർ സ്വാഗതം പറഞ്ഞു. തലപ്പാടിയിലും തുമ്മിനാട്ടും KSRTC ബസ്സുകൾക്ക് നേരെ കല്ലേറ്. മംഗലാപുരത്ത് നടക്കുന്ന റാലിയിൽ പ്രതിഷേധിച്ചായിരുന്നു ആക്രമണം. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തു. മംഗലാപുരത്ത് നടന്ന റാലിക്ക് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്നതിൽ സംഘപരിവാർ ഹർത്താൽ പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു പ്രക്ഷോഭം. ശനിയാഴ്ച മംഗലാപുരത്തു നിന്നും കാസർഗോട്ടേക്ക് വരികയായിരുന്ന KSRTC ബസ്സിന് നേരെയാണ് 8ഓളം വരുന്ന സംഘം കല്ലേറ് നടത്തിയത്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തുമ്മിനാട്ടും സമാന സംഭവം അരങ്ങേറിയിരുന്നു. മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രകൃതിയെ അറിഞ്ഞും തനിമകൾ പങ്കിട്ടും നാട്ടുപയമ ശില്പശാല സംഘടിപ്പിച്ചു. ബേക്കൽ BRCയുടെ നേതൃത്വത്തിൽ പെരിയ മുത്തനടുക്കത്താണ് ശില്പശാല സംഘടിപ്പിച്ചത്. പോയ കാലങ്ങളിലെ ജീവിതവും സംസ്കാരവും ചർച്ച ചെയ്ത് മുത്തനടുക്കത്ത് നാട്ടുപയമ നാട്ടുകൂട്ടം ചേർന്നു.
ബേക്കൽ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്ക് മുന്നിലാണ് നാട്ടുകൂട്ടം ഒത്തുചേരുന്നത്. ബേക്കൽ BRCയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി കെ കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻ അധ്യക്ഷനായി. M അനിൽകുമാർ, KV ദാമോദരൻ, K അനിൽകുമാർ, K ശശി, ദിലീപ് കുമാർ, KV രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ ഊരുമൂപ്പൻ കണ്ണൻ ആനപ്പെട്ടി പഴയകാല ജീവിത രീതികളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും ഊരുമൂപ്പൻ KP കൃഷ്ണൻ നാട്ടുചികിത്സാ സമ്പ്രദായങ്ങളെക്കുറിച്ചും സതീശൻ വെളുത്തോളി നാടൻ പാട്ടുകൾ എന്നിവയിൽ ക്ലാസ് എടുത്തു. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് കവുങ്ങിൻ പാള കൊണ്ട് ബാഡ്ജ്, പ്രകൃതിദത്ത തോരണങ്ങൾ, പുൽപ്പായയിൽ നിർമ്മിച്ച ബാനർ, ഓല കൊണ്ട് നിർമ്മിച്ച കൂട്ടകൾ, പാളത്തൊപ്പികൾ, വാഴയിലയിൽ സദ്യ തുടങ്ങിയവ കൊണ്ട് നാട്ടുപയമ കൾച്ചറൽ ഫെസ്റ്റ് ശ്രദ്ധേയമായി. ബസ് സ്റ്റാൻഡ് ഹൈടെക് ആക്കിയതിന് പിന്നാലെ ചെറുവത്തൂരിൽ റോഡും ഹൈടെക് ആകുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡാണ് പഞ്ചായത്ത് കോൺക്രീറ്റിൽ നിർമ്മിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 15 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തും. റോഡ് നിർമ്മാണത്തിന് മുന്നോടിയായുള്ള ടെൻഡർ 28-ന് ഓപ്പൺ ചെയ്യും. തുടർന്ന് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും. പൂർണ്ണമായും കോൺക്രീറ്റിലാണ് റോഡ് നിർമ്മിക്കുക. മൊത്തം റോഡ് 586 മീറ്ററാണുള്ളത്. ഇതിൽ 168 മീറ്ററാണ് ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും കോൺക്രീറ്റിൽ പണിയുക. കവർ സ്ലാബ് ഉൾപ്പെടെയുള്ള ഡ്രൈനേജും ഇതിനോടനുബന്ധിച്ച് നിർമ്മിക്കും. മാർച്ച് മാസത്തിൽ തന്നെ പ്രവൃത്തി പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ പറഞ്ഞു. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കിഴക്ക് ഭാഗത്തേക്കുള്ള റെയിൽവേ ഫുട് ഓവർ ബ്രിഡ്ജിന്റെ ടെൻഡർ അടുത്ത മാസം ആദ്യവാരത്തിൽ ഓപ്പൺ ചെയ്യുന്നതോടെ ഇതിന്റെ പ്രവൃത്തിയും ആരംഭിക്കും. അതിന് മുന്നോടിയായി തന്നെ ഹൈടെക് റോഡ് പണി പൂർത്തീകരിക്കും. പുതുതായി വരുന്ന ഫുട് ഓവർ ബ്രിഡ്ജിലേക്ക് സുഗമമായി യാത്രക്കാർക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് ഇതുകൊണ്ട് യാഥാർത്ഥ്യമാകുന്നത്. ചെറുവത്തൂർ ദേശീയപാതയിലെ ഓട്ടോറിക്ഷാ തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും ഏറെക്കാലത്തെ ആവശ്യമായിരുന്ന ടോയ്ലറ്റും മാർച്ചോടെ പൂർത്തീകരിക്കും. 14 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റിലാണ് പഞ്ചായത്ത് ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തായി കമ്മ്യൂണിറ്റി ടോയ്ലറ്റ് നിർമ്മിക്കുന്നത്. 4 യൂണിറ്റിലായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നിർമ്മിക്കുക. ഇതിന്റെ ടെൻഡർ 25-ന് ഓപ്പൺ ചെയ്യും. മാത്രമല്ല വയോജനങ്ങൾക്കായുള്ള വിശ്രമ കേന്ദ്രവും ചെറുവത്തൂരിൽ ഒരുങ്ങുകയാണ്. 15 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. 1 കോടി രൂപയോളം ചെലവഴിച്ച് 2 മാസം കൊണ്ട് ഹൈടെക് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ച് യാത്രക്കാർക്കായി തുറന്നുകൊടുത്തിരുന്നു. പദ്ധതി നിർവഹണത്തിൽ ജില്ലയിലും സംസ്ഥാനത്തും മികച്ചു നിൽക്കുന്ന പഞ്ചായത്താണ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത്. പ്രധാന വാർത്തകൾ വീണ്ടും. മംഗലാപുരത്ത് RSSനെതിരെ ആഞ്ഞടിച്ച് പിണറായി വിജയൻ. രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന വിഭാഗമാണ് RSS എന്നും ജനങ്ങളെ വർഗീയമായി വിഭജിക്കുകയാണ് സംഘടനയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി. വിശാലമായ ക്യാൻവാസിൽ ഒപ്പും പേരും പതിപ്പിച്ച് ഗവൺമെന്റ് LP സ്കൂൾ തളങ്കരയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. വിദ്യാലയ വികസന സെമിനാറിന് വ്യത്യസ്തമാർന്ന തുടക്കം. വജ്ര ജൂബിലിയുടെ നിറവിൽ ഗവൺമെന്റ് കോളേജ് കാസർഗോഡ്. വിജ്ഞാന മേഖലയിൽ പൊൻപ്രഭ പരത്തിയ കോളേജിന്റെ വാർഷികത്തിന് ഫെബ്രുവരി 27-ന് തുടക്കമാകും. പ്രിയ സഖാവിന് അനുസ്മരണവുമായി DYFI കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റി. പുതിയ ബസ് സ്റ്റാൻഡിൽ അഫ്സൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.